Okay, dear students, today we are going to learn about measures of dispersion or variability. ഇപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് റൈറ്റ് ഡൗൺ ദ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിരുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നടുക്കോട്ട് ക്ലസ്റ്റർ ചെയ്യാനുള്ള ടെൻഡൻസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടുക്കത്തെ വാല്യൂ അത് മീനാകും, മീഡിയനാകും, മോഡാകും. ആ വാല്യൂനോട് എത്രമാത്രം വാല്യൂസ് ക്ലസ്റ്റർ ചെയ്ത് ഇരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ മറ്റ് വാല്യൂസ് എത്രമാത്രം ഡിസ്റ്റൻസിൽ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷറാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഗിവൺ ഡേറ്റയിലുള്ളൊരു വാല്യൂ മീൻ അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് എത്ര അകന്നിരിക്കുന്നു എന്നറിയുക എന്നുള്ളതാണ് മെഷർ ഓഫ് വേരിയബിലിറ്റി. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ മാർക്കാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ടെസ്റ്റ് 50 മാർക്കാണ് ആദ്യത്തെ സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ. അടുത്ത ഗ്രൂപ്പ് അടുത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ മാർക്കാണ്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും മാർക്കിൻ്റെ മീൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 25 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മീൻ വാല്യൂ വിൽ ബി 25. പക്ഷേ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ രണ്ടും നോക്കുമ്പം നിങ്ങളോടിപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇതിൽ ഏത് ഗ്രൂപ്പാണ് കുറച്ച് നല്ല പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്ന ഏത് ഗ്രൂപ്പിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ സേ ദാറ്റ് എ ഇസ് എ ബെറ്റർ ഗ്രൂപ്പ് എന്നുള്ളത്. ബിയെക്കാട്ടിൽ എ ആണ് ബെറ്റർ ഗ്രൂപ്പ്. എന്തുകൊണ്ടായിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എയിൽ എടുക്കുമ്പോഴത്തേക്കും ഈ ആവറേജ് 25 അടുത്ത് തന്നെയാണ് ഏകദേശം എല്ലാവർക്കും മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാവരുടെയും പെർഫോമൻസ് എന്തായിരുന്നു? ആ ആവറേജിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ ആ വാല്യൂസ് എല്ലാ ആവറേജുമായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ പെർഫോമൻസ് കൂടുതലാണെന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 0 കിട്ടിയ സ്റ്റുഡൻ്റ് ഉണ്ട്, 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്, 10 ഉണ്ട്, 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്, 40 ഉണ്ട്. അപ്പോൾ 50, 40 വന്നതുകൊണ്ട് മാത്രമാണ് മീൻ എന്തായത് 25 ആയത്. അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്താ കുറച്ച് പേർക്ക് ഭയങ്കര പോർ അതായത് എക്സ്ട്രീം പെർഫോമൻസ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. തീരെ കുറവും തീരെ കൂടുതലും എന്നുള്ളൂ. ആവറേജിനോട് അടുത്ത് വന്നത് 20, 30 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അവിടെ വന്നപ്പോഴത്തേക്കും അവരുടെ രണ്ട് ഗ്രൂപ്പിൻ്റെയും മീൻ സെയിം ആണെങ്കിലും അവരുടെ ആ വാല്യൂസ് മീനിനോട് എത്ര അടുത്തിരിക്കുന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും ഗ്രൂപ്പ് എയുടെ വാല്യൂസാണ് മീനിനോട് അടുത്ത് നിൽക്കുന്നത്, ഗ്രൂപ്പ് ബിയുടെ വാല്യൂസ് കുറേ കൂടെ അകന്നിരിക്കുകയാണ്. അതായത് ആ മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി ഇവിടെ കൂടുതലും ഇവിടെ കുറവുമാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പിൻ്റെ മീൻ മാത്രം അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മാത്രം കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടണമെന്ന് ഇല്ല. നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തും കൂടെ കണ്ടുപിടിക്കണം, മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷർ ഓഫ് വേരിയബിലിറ്റി കൂടെ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി എടുക്കുകയാണെങ്കിൽ ദർ ആർ 4 മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. ആദ്യത്തത് റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, ഈ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ എടുക്കുവാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? ആ ഗ്രൂപ്പിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു. 30 മൈനസ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റേഞ്ച് എടുത്താൽ. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റേഞ്ച് എടുത്താൽ എന്തായിരിക്കും? ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ 50 ആണ്, ലോവസ്റ്റ് വാല്യൂ 0, വിച്ച് ഇസ് ഈക്വൽ ടു 50. അപ്പം ഒരേ മീനായിരുന്നു രണ്ടിൻ്റെയും. പക്ഷെ അതിൻ്റെ മെഷർ ഓഫ് വേരിയബിലിറ്റി അല്ലെങ്കിൽ ഡിസ്പേർഷൻ ആദ്യത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷർ ഓഫ് വേരിയബിലിറ്റി ആണ് എന്താ റേഞ്ച് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തന്നെ എന്ത് വന്നു? ഡിഫറൻസ് വന്നു. എയുടെ റേഞ്ച് 10ഉം ബിയുടെ റേഞ്ച് 15 വന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അടുത്ത മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് സപ്പോസ് ഒരു
സ്ട്രെയിറ്റ് ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇതിങ്ങനെ വേർട്ടിക്കലി വരച്ചതിൻ്റെ ഒരു പർട്ടിക്കുലർ റീസണും ഉണ്ട്. ഹൊറിസോണ്ടലി വരയ്ക്കുന്നതിനൊരു വേർട്ടിക്കലി വരച്ചത് എന്തുകൊണ്ടാണ് പിന്നീട് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതിന് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുന്നു. അപ്പം ഈ ലൈനിനെ എന്ത് ചെയ്തു, 2 ഈക്വൽ, ഇതൊരു ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺസിഡർ ചെയ്താൽ ഈ പോയിന്റ് എന്താ ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂഷനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പഠിച്ചു എന്തായിരുന്നു, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതായിരുന്നു, മീഡിയൻ ആയിരുന്നു. മീഡിയൻ വാസ് ദ മിഡിൽ പോയിന്റ്. അപ്പം നമ്മൾ നടുക്ക് വരയ്ക്കുന്ന പോയിന്റ് എന്തായിരിക്കും, മീഡിയൻ ആയിരിക്കും. ഇനി ഇതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് വരണം, ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് വരണം. ഓക്കെ, അപ്പം 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഇതിൻ്റെ 2ൻ്റെയും ഇടയിൽ ഇവിടെയും ഒരു പോയിന്റ് വരണം, ഇവിടെയും എന്ത് വരണം, ഒരു പോയിന്റ് വരണം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂഷൻസ് എഴുതുന്നത് 0 to 10, 10 to 20 ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുന്നത്. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ ഡിസ്ട്രിബ്യൂഷൻസ് എപ്പോഴും എഴുതിയിരിക്കുന്നത് 0 to 10 താഴെ നിന്ന് തുടങ്ങിയിട്ട് 10 to 20 ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നിന്ന് ആലോചിക്കുക. അപ്പോൾ 0 to 10 ഇവിടെയാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ 0 to 10, 10 to 20 അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അപ്പം ഈ വരുന്ന പോയിന്റിന് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈൽ. ആൻഡ് അങ്ങനെയാണെങ്കിൽ മീഡിയൻ ഇസ് കോൾഡ് ദ സെക്കൻഡ് ക്വാർട്ടൈൽ. ആൻഡ് ഈ പോയിന്റിന് പറയുന്ന പേര് തേർഡ് ക്വാർട്ടൈൽ. ഇത് ഫസ്റ്റ് ക്വാർട്ടൈലിന് Q1 എന്ന്, മീഡിയൻ സെക്കൻഡ് ക്വാർട്ടൈലിന് Q2 എന്നും, തേർഡ് ക്വാർട്ടൈലിന് Q3 എന്നും പറയും. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ഒന്നും ചോദിക്കാറില്ല, പക്ഷെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ ഇസ് ദ പോയിന്റ് എന്തായിരിക്കും, ബിലോ വിച്ച് ലൈസ് 25% ഓഫ് ദ ഡേറ്റ. ഇത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 25%, 100% എന്നൊക്കെ 4 ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഓരോന്ന് എത്ര ആയിരിക്കും, 25% താഴെയും ബാക്കി മുകളിൽ 75% ലൈ ചെയ്യുന്ന പോയിന്റാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ. ഇനി തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ബിലോ വിച്ച് ലൈസ് എന്തായിരിക്കും, 75%, ബിലോ വിച്ച് ലൈസ് 75% ആൻഡ് എബവ് ലൈസ് 25%. എബവ് ലൈസ് 25%. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, ബിലോ 25% and above 75%. ഓക്കെ, ഇത് ഫ്രാക്ഷൻ ഫോമിൽ പറയുവാണെങ്കിൽ ബിലോ ലൈസ് 1/4 ഓഫ് ദ ഡേറ്റ ആൻഡ് അബവ് ലൈസ് 3/4 ഓഫ് ദ ഡേറ്റ. ഇവിടെ തേർഡ് ക്വാർട്ടൈൽ വരുമ്പോൾ ബിലോ ലൈസ് 3/4 ഓഫ് ദ ഡേറ്റ ആൻഡ് അബവ് ലൈസ് 1/4 ഓഫ് ദ ഡേറ്റ. അങ്ങനെയാണെങ്കിൽ മീഡിയനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, above and below lies 50% of the data or half of the data. ഇതാണ് ക്വാർട്ടൈൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഗ്രാഫ് വെർട്ടിക്കലി വരച്ചതിൻ്റെ റീസൺ അതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കുറച്ചുകൂടെ. അപ്പം ഡിസ്ട്രിബ്യൂഷൻ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതായിട്ട് ചിന്തിക്കുക. 0 to 10, 10 to 20 അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം വരുന്ന പോയിന്റ് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യം വരുന്ന പോയിന്റാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ Q1. ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഈ ഫിഗർ ഓർത്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. Below lies 25% of the data, above lies 75% of the data. Median എന്ന് പറഞ്ഞാൽ is the middle point, above and below lies 50% അല്ലെങ്കിൽ half of the data. That is the second quartile. Third quartile എന്ന് പറഞ്ഞാൽ Q3 ആണ്. Below lies 75% and above lies 25% അല്ലെങ്കിൽ 3/4, 1/4 എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല വരുന്നതെന്ന് പറഞ്ഞാൽ Q3 minus Q1 divided by 2, and it is also known as semi-interquartile range. അതായത് ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് Q1
ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് അതിൻ്റെ പകുതി Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. അതുകൊണ്ടാണ് അതിൻ്റെ സെമി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ രണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആണ് പഠിച്ചത്. ആദ്യത്തത് റേഞ്ച് ആയിരുന്നു. റേഞ്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ. രണ്ടാമത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരുന്നു. ക്വാർട്ടൈൽ ഡീവിയേഷൻ മീൻസ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. Q3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈലും Q1 എന്ന് പറഞ്ഞാൽ Q3 is the third quartile and Q1 is the first quartile. It is also known as semi-interquartile range. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് എയുടെ കേസ് എടുക്കുവാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നമ്മൾ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ അസെൻഡിങ് ഓർഡറിൽ ആദ്യം അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ആണെങ്കിൽ 20, 22, 23, 25, 25, 27, 28, 30. ഇവിടെ നമ്മൾ n എടുക്കുവാണെങ്കിൽ n is equal to 8 എന്നാക്കുന്നത്. 8 നമ്പേഴ്സ് ഉണ്ട്. n is equal to 8. അപ്പം Q1 വരുമ്പോഴത്തേക്കും Q1ൻ്റെ കേസിൽ നമ്മൾ n/4 കണ്ടുപിടിക്കുക. 1/4 എന്നുള്ള വെച്ചിട്ട് n/4 കണ്ടുപിടിക്കുക. 8/4 which is equal to 2. 2 എന്ന് പറയുമ്പോൾ ആ 2 അല്ല ആൻസർ, സെക്കൻഡ് വാല്യൂ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെക്കൻഡ്. അപ്പം നമ്മുടെ Q1 കണ്ടുപിടിക്കാൻ ചെയ്യുന്ന കാര്യമാണ് ഈ പ്രോസസ്സ്, ഈക്വൽ ടു അല്ല. അപ്പോൾ Q1 എന്താ കിട്ടുന്നത്? 22 എന്ന് കിട്ടി. അതേപോലെ Q3 കണ്ടുപിടിക്കാനാണെങ്കിൽ ചെയ്യേണ്ടത് 3n/4 ചെയ്യണം. 3n/4 which is equal to 3 into 8/4 6. അപ്പോൾ എന്താ വരുന്നത്? 6th വാല്യൂ. അപ്പം 1, 2, 3, 4, 5, 6 എന്താ കിട്ടിയ? Q3 is equal to 27 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തായിരിക്കും? ക്വാർട്ടൈൽ ഡീവിയേഷൻ will be equal to Q3 minus Q1 divided by 2, which is equal to 27 minus 22 divided by 2, which is equal to 5/2, which is equal to 2.5. ഓക്കെ, അപ്പം ഇത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് റോ ഡേറ്റ തരുന്ന കേസിലാണ് നമ്മളിപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുന്നതും ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് പഠിച്ചത്. അതേപോലെ ഇതും ചെയ്യും. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യന് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. സോ വി സോ 2 മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി വിച്ച് ഇസ് റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇനി അടുത്ത 2 മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി കൂടെ ഉണ്ട്, വിച്ച് ഇസ് ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച രണ്ട് മെഷേഴ്സ്. ഒന്നെന്തായിരുന്നു? റേഞ്ച് ആയിരുന്നു. അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. ഇനി 2 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉള്ളത് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഈ രണ്ടും എന്താ മീനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെ. ക്വാർട്ടൈൽ ഡീവിയേഷൻ മീഡിയനുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതാണ്. ഇത് 2 മീനുമായിട്ട്. ഇപ്പോൾ ഈ 2 കേസിലും നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലത്തിലോട്ട് ഇപ്പോൾ പോകുന്നില്ല, പ്രോബ്ലം വേറെ വീഡിയോയിലിടാം. ഈ 2 കേസിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്കൊരു റോ ഡേറ്റ ആണ് തരുന്നതെങ്കിൽ അതായത് ഇതുപോലെ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ മോഡുലസ് ഓഫ് x - x bar ഡിവൈഡ് ബൈ n എന്നാണ്. ഓക്കെ,
ജസ്റ്റ് ആ ഫോർമുല ഇപ്പോൾ പറയുന്നുള്ളൂ, പ്രോബ്ലം പിന്നീട് ചെയ്യാം. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല വരുമ്പോഴത്തേക്കും സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴത്തേക്കും ഈ ഫോർമുലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്ന് മാറും. ഓക്കെ, ആൻഡ് സോറി ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ടായിരുന്നേ, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്ന് വരും. അപ്പം there are 4 measures of dispersion അല്ലെങ്കിൽ വേരിയബിലിറ്റി. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. പലരും ഡിസ്പേർഷൻ പഠിച്ചു നോക്കും, വേരിയബിലിറ്റി എന്നിട്ട് മറന്നു. അപ്പം 4 എണ്ണമുള്ള റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോ ഡേറ്റ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല ഇതാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഇതാണ്. അപ്പോൾ ഇത് ആ ഫോർമുല പഠിച്ചു വെക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴും നമ്മളിപ്പോൾ റോ ഡേറ്റയുടെ ആണ് റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും പഠിച്ചത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കൂടെ അതും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഈ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ക്വാർട്ടൈൽ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചോദിച്ചിട്ടുണ്ട്, മീൻ ഡീവിയേഷനൊന്നും ചോദിക്കാറില്ല. റേഞ്ച് പിന്നെ അതിൻ്റെ അകത്ത് നോക്കി എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് സോ ഡിഫിക്കൽട്ട്. അപ്പം നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കണ്ടു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും കണ്ടു. ഇതിൽ മീനാണ് മോസ്റ്റ് സ്റ്റേബിൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതേപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വരുമ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ മോസ്റ്റ് എന്തുവാ ആൾജിബ്രിക്കലി ഫീസിബിൾ ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മീനും മെഷർ ഓഫ് ഡിസ്പേർഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ടെൻഡൻസിയുടെ കേസിൽ മീനും ഡിസ്പേർഷൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പഠിക്കണം, ഇതിൻ്റെ റോ ഡേറ്റയും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. അത്രയാകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലംസ് അത്രയും കഴിയും. പിന്നെ കുറച്ച് തിയറി ഉണ്ട്. സോ വിൽ സീ ദാറ്റ് ലേറ്റർ. താങ്ക് യു.